ഹായ് ഓൾ, നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സ്പ്ലിറ്റിംഗ് മിഡിൽ ടേം ആണ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ എളുപ്പത്തിൽ നമുക്ക് മിഡിൽ ടേം സ്പ്ലിറ്റ് ചെയ്യാമെന്ന് പറഞ്ഞു തരാൻ പോകുന്നത്. അതായത് ഇത്ര ആലോചിച്ചാൽ മതി, നമ്മുടെ ഈ മിഡിൽ ടേം ഉണ്ടല്ലോ, ഇപ്പോൾ ഇവിടുത്തെ മിഡിൽ ടേം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 5x ആണ്. അപ്പം ഈ 5xനെ നമ്മൾ ബ്രേക്ക് ചെയ്ത് രണ്ട് നമ്പറായിട്ട് നമ്മൾ എഴുതും. ഒന്ന് എയും രണ്ട് ബിയും. പേഷ്യൻസ് ആയിട്ട് ഇരുന്നാൽ മതി, അപ്പോൾ നമുക്ക് സെറ്റ് ആവും സാധനം. അപ്പോൾ രണ്ട് നമ്പർ, അതായത് എയും ബിയും ആയിട്ട് നമ്മൾ ആദ്യം ഇതിനെ എഴുതും. ഓക്കെ, എന്നിട്ട് നിങ്ങൾ അറിയേണ്ട ഒരു സാധനമാണിത്. അതായത് ഈ എയും ബിയും ഞാൻ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇതിനെ എനിക്ക് ഞാൻ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ എ സ്ക്വയർ പ്ലസ് എക്സ് സ്ക്വയർ പ്ലസ് ബി എക്സ് പ്ലസ് സി എന്ന് എഴുതുമെന്ന് വിചാരിച്ചോ. അങ്ങനെ എഴുതുമ്പോൾ ഈ എയും ബിയും കൂടെ ആഡ് ചെയ്യുമ്പോൾ എനിക്ക് നടുക്കത്തെ ടേം അതിനെ ഞാൻ ബി എക്സ് എഴുതുകയാണ്. എനിക്ക് ബി എക്സ് കിട്ടണം. ഒന്നാമത്തെ പോയിന്റ്. രണ്ടാമത്തെ പോയിൻ്റാണ്, ഈ എയും ബിയും ഞാൻ മൾട്ടിപ്ലൈ ചെയ്യുകയാണെങ്കിൽ ഈ എയും ബിയും ഞാൻ മൾട്ടിപ്ലൈ ചെയ്യുകയാണെങ്കിൽ, രണ്ടും മൾട്ടിപ്ലൈ ചെയ്യുകയാണെങ്കിൽ എനിക്ക് ഈ അറ്റത്തെ രണ്ട് ടേമും മൾട്ടിപ്ലൈ ആയിട്ട് കിട്ടും. ഫോർ എക്സാമ്പിൾ ഈ എയും ബിയും ഞാൻ മൾട്ടിപ്ലൈ ആണെങ്കിൽ എനിക്ക് ആൻസർ എ ഇൻറ്റു സി കിട്ടണം, അല്ലെങ്കിൽ എ ഇൻറ്റു സി കിട്ടണം. ഓക്കെ, ഈ രണ്ട് സ്റ്റെപ്പ് മാത്രം ഓർത്തിരുന്നാൽ മതി. സ്പ്ലിറ്റും മിഡിൽ എളുപ്പമായിരിക്കും. എയും ബിയും ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഈ നടുക്കത്തെ സാധനം കിട്ടണം. എ ബി മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഈ എൻഡിലുള്ള രണ്ട് പേരുടെ കോയിഫിഷ്യൻറ്റ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യണം. ഇതാണ് ബേസിക് സാധനം. ഈ രണ്ട് സാധനം മാത്രമേ ഉള്ളൂ ഇതിനകത്ത്, ബാക്കിയെല്ലാം എളുപ്പമാണ്. അപ്പം ഈ ക്വസ്റ്റ്യൻ ഞാൻ ചെയ്ത് കാണിച്ചു തരാം. അതായത് എക്സ് സ്ക്വയർ മൈനസ് 5x പ്ലസ് 6 = 0. ഓക്കെ, ഈ നടുക്കത്തെ ടേം എന്ന് വെച്ച് കഴിഞ്ഞാൽ -5x ആണ് അല്ലേ നോക്കുന്നത്. മൈനസ് 5x നടുക്കത്തെ ടേം. എയും ബിയും ഞാൻ മൾട്ടിപ്ലൈ ചെയ്യുകയാണെങ്കിൽ എനിക്ക് കിട്ടേണ്ടത് എന്തുവാ? 6 കിട്ടണം. എയും ബിയും ഞാൻ ആഡ് ചെയ്യുകയാണെങ്കിൽ എനിക്ക് -5x കിട്ടണം. എയും ബിയും ഞാൻ മൾട്ടിപ്ലൈ ആണെങ്കിൽ 6 കിട്ടണം. അപ്പോൾ 6 കിട്ടാനായിട്ട്, ഓക്കെ ട്രിക്ക് പറഞ്ഞാൽ 6 കിട്ടാനായിട്ട് ഈ 5 ഉണ്ടല്ലോ, 5ൻ്റെ ടേബിളിൻ്റെ മുകളിലോട്ടുള്ള ആൾക്കാർ നിങ്ങൾ ചിന്തിക്കുക. അതായത് ഫോർ എക്സാമ്പിൾ 2ൽ 6 ഉണ്ടല്ലോ, 2 × 3 എത്ര? 6 ആണ്. 2 × 3 6 ആണ്. ഇനി നിങ്ങൾ 2ഉം 3ഉം കൂടെ ആഡ് ചെയ്ത് നിങ്ങൾക്ക് എത്ര കിട്ടും? 2ഉം 3ഉം ആഡ് ചെയ്താൽ 5 കിട്ടും. പക്ഷെ നമുക്ക് വേണ്ട എന്തുവാ? -5x ആണ്. ശ്രദ്ധിക്കും, നമുക്ക് വേണ്ട സാധനം -5x ആണ്. -5x വേണമെങ്കിൽ രണ്ടും കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ -5x വേണം. രണ്ടും മൾട്ടിപ്ലൈ ആണെങ്കിൽ 6ഉം വേണം. അപ്പോൾ നമുക്കറിയാം മൈനസിനെ മൈനസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ പ്ലസ് ആവും. അതാണ് നമുക്ക് വേണ്ടത്. അപ്പം -2നെ -3 ചെയ്ത് -2 -3 എത്രയാണ്? -5 അല്ലേ. അതായത് -2നെ -3 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് -5 കിട്ടും. അതുപോലെ തന്നെ -2നെ -3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ +6 കിട്ടും. ഇപ്പം ഇത്രയും കാര്യം മനസ്സിലായോ? എങ്ങനെയാണ് വന്നതെന്ന് ഇത്രയും കാര്യം മനസ്സിലായില്ലേ? 2 × 3 രണ്ട് പേരെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് 5 കിട്ടുന്നുണ്ട്. പക്ഷേ രണ്ടുപേരെ ആഡ് ചെയ്ത് +5 അല്ല വേണ്ടത്, -5 ആണ് വേണ്ടത്. അതുകൊണ്ട് ഞാൻ -2ഉം -3 എടുക്കുന്നു. അപ്പോൾ എനിക്ക് -5 കിട്ടി. അപ്പോൾ ആദ്യത്തെ കണ്ടീഷൻ ഓക്കെ ആണ്. രണ്ടാമത്തെ കണ്ടീഷൻ രണ്ടും മൾട്ടിപ്ലൈ ചെയ്താൽ a × c കിട്ടണം. അപ്പോൾ ഞാൻ രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഫോർ എക്സാമ്പിൾ -3 × -2 ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് -2 × -3 ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് +6 കിട്ടുന്നുണ്ട്. അപ്പം അത് തന്നെയാണ് ഇവിടെ വേണ്ടതും. എനിക്ക് രണ്ടാമത്തെ കണ്ടീഷനും ക്ലിയർ ആണ്. അത്രേ ഉള്ളൂ, കഴിഞ്ഞ്. രണ്ടാമത്തെ കണ്ടീഷൻ ക്ലിയർ ആണെങ്കിൽ സെയിം ക്വസ്റ്റ്യൻ എടുക്കുക, എഴുതുക. അതായത് x സ്ക്വയർ -2x 5x വരും. ഈ -2xും ഈ -3x പിന്നെ ബാക്കി +6 = 0 എന്ന് എഴുതുക. പിന്നെ ഇതിനകത്ത് നിന്ന് കോമൺ എടുക്കുക. എക്സ് കോമൺ എടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ x-2 വരും. ഓക്കെ, ഇനി അടുത്ത് ഇവിടെയും x-2 അങ്ങനെ എഴുതിക്കും. ഒരു ട്രിക്ക് പോലെ ആലോചിച്ചിരുന്നത്. x-2 അതുപോലെ എഴുതുക. ബാക്കി ഇതിൽ നിന്ന് നമുക്ക് x-2 എടുത്തു കഴിഞ്ഞാൽ ബാക്കി എത്ര ഉണ്ട്? 3 കോമൺ എടുത്ത് കഴിഞ്ഞാൽ x-2 വരത്തുള്ളൂ. ഇനി 3 × x 3x ആണ്. പക്ഷേ 3x അല്ല, -3x ആണ് വേണ്ടത്. ശ്രദ്ധിക്കുക, 3 × x 3x ആണ്. 3x അല്ല, -3x അല്ല വേണം. അപ്പോൾ മൈനസ് ഇടും. അപ്പം 3 × x എന്ന് വെച്ചാൽ -3xഉം -3x × -2 +6 ആണ്. കിട്ടിയിട്ടുണ്ടോ? ഞാൻ അടുത്ത ഇതിൽ നിന്ന് x-2 കോമൺ എടുക്കാൻ എനിക്ക്. പിന്നെ അതുപോലെ തന്നെ ഇതിൽ നിന്ന് ഞാൻ
എക്സ് മൈനസ് 3 കോമൺ എടുക്കാം, രണ്ടിനെ 0 ഇക്വേറ്റ് ചെയ്യുക. ഇതിനെ 0 ഇക്വേറ്റ് ചെയ്ത് എനിക്ക് ആദ്യത്തെ റൂട്ട് 2 കിട്ടും, ഇതിനെ 0 ഇക്വേറ്റ് ചെയ്ത് അടുത്ത റൂട്ട് എനിക്ക് എത്ര കിട്ടും? 3 എന്ന് കിട്ടും. ഇത് രണ്ടുമാണ് ആൻസർ. നമുക്ക് ഇനി അടുത്ത് നോക്കാം. എക്സ് സ്ക്വയർ പ്ലസ് 10x പ്ലസ് 21 = 0. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ എനെയും ബിനെയും മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് 21 കിട്ടണം. എനെയും ബിനെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് 10 കിട്ടണം. ഞാൻ പറഞ്ഞ ട്രിക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? 10ൻ്റെ ടേബിളിൻ്റെ മുകളിലോട്ടുള്ള ചിന്തിക്കുക. അതായത് 10ൻ്റെ ടേബിളിൻ്റെ മുകളിലോട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ 1 തൊട്ട് 9 വരെയുള്ള ഏത്, അല്ലെങ്കിൽ 10 1 തൊട്ട് 10 വരെയുള്ള ഏത് ടേബിളാണ് 21 വരുന്നത്. സിമ്പിളായിട്ട് പറഞ്ഞാൽ 3ൻ്റെ ടേബിളിലോട്ട് വരും. 7 3s are 21 ഉണ്ടല്ലോ, 7 3s are 21 ടേബിളിനകത്ത് വരും. വേറെ 21 അവിടെ വരും, ബാക്കി വരുമായിരിക്കും. പക്ഷേ ഇവിടെ തന്നെ നോക്കി കഴിഞ്ഞാൽ 7 3s are 21. 7ൻ്റെ കൂടെ ഞാൻ 3 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 7 8 9 10 10 വരുന്നുണ്ട്. അപ്പോൾ 2 സാറ്റിസ്ഫൈ ആവുന്നില്ലേ? ഇതും സാറ്റിസ്ഫൈ ആവുന്നുണ്ട്, ഇതും സാറ്റിസ്ഫൈ. അതായത് 7 × 3 എന്ന് പറഞ്ഞാൽ 21 ഇവിടെ 7 + 3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10 ഇതും സാറ്റിസ്ഫൈ ആവുന്നുണ്ട്, ഇതും സാറ്റിസ്ഫൈ ആവുന്നുണ്ട്. അപ്പോൾ എനിക്ക് ഒരെണ്ണം 7x എന്നും ഒരെണ്ണം 3x എന്നും എനിക്ക് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എക്സ് സ്ക്വയർ പ്ലസ് 7x പ്ലസ് 3x പ്ലസ് 21 = 0 എന്ന് എഴുതാൻ പറ്റും. ഇവിടെ നിന്ന് ഞാൻ ഒരു എക്സിനെ കോമൺ എടുത്തു കഴിഞ്ഞാൽ അകത്ത് x + 7 എന്ന് കിട്ടും. ട്രിക്ക് പറഞ്ഞാൽ ഇവിടെ അതുപോലെ എന്ത് ചെയ്യുക? x + 7 തന്നെ എഴുതുക, x + 7 എന്ന് തന്നെ എഴുതുക. പിന്നെ ഇവിടെ നിന്ന് എനിക്ക് 3 കോമൺ എടുത്താൽ മതി, +3 കോമൺ എടുത്താൽ മതി. അപ്പം x + 3 × x + 7 എന്ന് വരും. 0 ഇക്വേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു റൂട്ട് -3 എന്നും വരും, ഒരു റൂട്ട് -7 എന്നും വരും. അടുത്ത ദിവസം നോക്കി കഴിഞ്ഞാൽ എക്സ് സ്ക്വയർ - 6x -27 ആണ്. ഇവിടെ ഞാൻ നോക്കി കഴിഞ്ഞാൽ ഇതിനെ ഞാൻ സ്പ്ലിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എയും ബിയും നോക്കാം. ഇപ്പം ഞാൻ നിങ്ങൾ പറഞ്ഞു തരാൻ വേണ്ടിയാണ് ഞാൻ a + b എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ -6 എന്നും a × b എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ -27 എന്നും കിട്ടണമെന്ന് എഴുതുന്നത്. പക്ഷേ ഒരുപാട് ക്വസ്റ്റ്യൻ ചെയ്യുമ്പം നിങ്ങൾ പ്രാക്ടീസ് ആവും തോറും നിങ്ങൾക്ക് പിന്നെ ഇത് എഴുതേണ്ട ആവശ്യം, ഡയറക്റ്റ് ഇതിനകത്ത് ആൻസർ എഴുതാം. ഏറ്റവും സിമ്പിൾ മെത്തേഡ് ഇതാണ്. ഇതല്ലാതെ നമുക്ക് ആൻസർ കണ്ടുപിടിക്കാൻ -b ± √b² - 4ac/2a എന്ന് പറഞ്ഞ ഫോമുല ഉണ്ട്. പക്ഷേ ഇതിൻ്റെ പ്രശ്നം എന്ന് വെച്ചാൽ കാൽക്കുലേഷൻ കുറേ ഉണ്ട്, അറിയാത്ത റൂട്ടൊക്കെ വരുവാണെങ്കിൽ പ്രശ്നമാണത്. അതുകൊണ്ടാണ് നമ്മൾ ഈ മെത്തേഡ് യൂസ് ചെയ്യുന്നത്, ഈസി കാൽക്കുലേഷൻ വേണ്ടിയാണ് യൂസ് ചെയ്യുന്നത്. അപ്പം ഇത് ആദ്യമായിട്ട് ചെയ്യുന്ന ആൾക്കാർ ഡിഫിക്കൽട്ടായിട്ട് എടുക്കും. പക്ഷേ ഓവർ ദ പീരീഡ് ചെയ്ത് വരുമ്പോഴേക്കും ഇത് എളുപ്പമായിട്ട് ഈ ഒരു മെത്തേഡൊക്കെ നിങ്ങൾക്ക് ഏറ്റവും എളുപ്പമായിട്ട് വരാൻ പോകുന്നത്. ഓക്കെ, എനിവേ ഓക്കെ. 2 മൾട്ടിപ്ലൈ 27 മൾട്ടിപ്ലൈ ആണെങ്കിൽ 6ൻ്റെ മുകളിലോട്ട് ചിന്തിക്കുക. അതായത് ഫോർ എക്സാമ്പിൾ 3ൻ്റെ ടേബിൾ 27 ഉണ്ടല്ലോ, 9 3s are 27 ആണ്, 9 × 3 27 ആണ്, 9 3s are 27. ഇനി 9ഉം 3യും ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ആഡ് ചെയ്ത 6 മൈനസ് ചെയ്യും. 9 3 സെപ്പറേറ്റ് ചെയ്താൽ എനിക്ക് 6, എനിക്ക് 6 അല്ല വേണ്ടത്, -6 ആണ് വേണ്ടത്. അപ്പോൾ വലുതിന് എന്ത് ചെയ്യുക? -9 കൊടുത്താൽ മതി. ദാറ്റ് ഇസ് -9 + 3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ -6 ആണ്. -9 × 3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ -27 ആണ്. രണ്ടിനെ എന്ത് ചെയ്യുന്നുണ്ട്? രണ്ട് കണ്ടീഷൻ ഫോളോ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇതിനെ എന്ത് ചെയ്യാം? സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ എക്സ് സ്ക്വയർ -9x പ്ലസ് 3x -27 = 0 എന്ന് എഴുതാം. ഇവിടെ നെക്സ്റ്റ് കോമൺ എടുത്ത് കഴിഞ്ഞാൽ x -9 ആണ്. ഇപ്പോൾ ട്രിക്ക് പറഞ്ഞ പോലെ x -9 ഇവിടെ എഴുതുക. അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് കോമൺ എടുക്കാൻ പറ്റും? 3 കോമൺ എടുക്കുക. അപ്പോൾ 3 ഇവിടെ നിന്ന് എടുത്തു കഴിഞ്ഞാൽ 3 × x 3x ആണ്, 3 × -9 -27 അപ്പോൾ +3 ആണ് എടുക്കേണ്ടത്. അപ്പം x + 3 × x -9 = 0 ആണ്. ഒരു റൂട്ട് -3 എന്നും ഒരു റൂട്ട് +9 എന്നും വരും നമുക്ക്. അടുത്ത ക്വസ്റ്റ്യൻ x² - 9x = 0. ഓക്കെ, ഇതിനെ നമുക്ക് ഞാനൊരു മെത്തേഡ് കാണിച്ചിരുന്നു സോൾവ് ചെയ്യാൻ. ഓക്കെ, x² നോർമലി ആൾക്കാർ ചെയ്യുന്ന മെത്തേഡ് ഇതാണ്. ഇവിടുന്ന് ഒരു എക്സും ഇവിടുന്ന് ഒരു എക്സും ക്യാൻസൽ ചെയ്യും. അങ്ങനെ നമുക്ക് എക്സ് എന്ന് പറഞ്ഞ സാധനം 9 കിട്ടും. ഇത് തെറ്റാണ്. എന്തുകൊണ്ടാണെന്ന് പറഞ്ഞുതരാം. അതായത് ഇത് മനസ്സിലാക്കാൻ ശ്രമിച്ചാൽ എളുപ്പമായിരിക്കും, ഒന്നുമില്ല. അതായത് അതായത് നമ്മളിപ്പോൾ ക്വാഡ്രാറ്റിക് എടുക്കുകയാണെങ്കിൽ x² ആണ് ക്വാഡ്രാറ്റിൻ്റെ ഹയസ്റ്റ് പവർ. അപ്പം ഹയസ്റ്റ് പവർ എത്രയാണോ അത്ര റൂട്ട് കാണും. ഫോർ എക്സാമ്പിൾ x² ആണെങ്കിൽ ഇതിന് 2 റൂട്ട് കാണില്ല, അല്ലെങ്കിൽ 2 ആൻസർ കാണും. നേരത്തെ കണ്ടുപിടിച്ച് കൊണ്ട് 2 റൂട്ട് വരുന്നുണ്ടോ? അടുത്ത ക്വസ്റ്റ്യൻ ചെയ്തപ്പം അതുപോലെ തന്നെ x³ എടുക്കുകയാണെങ്കിൽ അവിടെ 3 ആണ് അതിൻ്റെ ഹയസ്റ്റ് പവർ ആണെങ്കിൽ ഇതിന് 3 റൂട്ടായിരിക്കും, അല്ലെങ്കിൽ 3 ആൻസർ ആയിരിക്കും. അതിൽ ലീനിയർ എടുത്തു കഴിഞ്ഞാൽ അത് x ആണ്, x⁻1 ആണ്. അപ്പോൾ അതിന് ലീനിയറിനല്ലാതെ നമ്മൾ ഒരു ആൻസർ അല്ലേ കണ്ടുപിടിച്ചോളൂ. ലീനിയർ ഫോർ എക്സാമ്പിൾ
3x = 9 ആണെങ്കിൽ എക്സ് എന്ന് പറഞ്ഞാൽ 3 ആണ് ആൻസർ. ഒരാൻസറല്ലേ വരത്തുള്ളൂ. അപ്പം അതാണ് ഇവിടുത്തെ നമ്മൾ ഓർക്കേണ്ട കാര്യം. ഓക്കെ, കൂടുതൽ തെറ്റും അല്ലെങ്കിൽ. അപ്പോൾ ഇവിടെ നമുക്ക് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നത് വെച്ചാൽ ഇവിടെ എക്സ് കോമൺ എടുക്കുക, അത്ര വേറൊന്നുമില്ല. x - 9 = 0. അപ്പം ഒരെണ്ണം എക്സിനെ 0 ഇക്വേറ്റ് ചെയ്യുക, രണ്ടാമത് x - 9 0 ഇക്വേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ x = 9 എന്ന് വരും. ഈ കാര്യം ഓർത്തിരിക്കുക. ഓക്കെ, ഈ കാര്യം ഓർത്തിരിക്കുക. നേരത്തെ ഒരു കാര്യം കാണിച്ചു തന്നായിരുന്നു. എന്താണ് പറഞ്ഞത്? ഞാൻ പറഞ്ഞ x² ആണെങ്കിൽ അതിന് 2 റൂട്ടായിരിക്കും, x³ ആണെങ്കിൽ 3 റൂട്ടായിരിക്കും പറഞ്ഞായിരുന്നു അല്ലേ? അപ്പം ഇവിടെ എത്ര ആൻസർ വരണം അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക. ഇവിടെ നിങ്ങൾക്ക് 3 ആൻസർ അല്ലെങ്കിൽ 3 റൂട്ട് നിങ്ങൾക്ക് വരണം. 3 ആൻസർ അല്ലെങ്കിൽ 3 റൂട്ട് ഈ പർട്ടിക്കുലർ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് വരണം. അപ്പം ആ രീതി നിങ്ങൾ സോൾവ് ചെയ്യും. അപ്പോൾ ഇവിടെ നമുക്ക് ആദ്യം ഒരു എക്സിനെ കോമൺ എടുക്കുക. എക്സിനെ കോമൺ എടുത്ത് കഴിഞ്ഞാൽ x² - 9x = 0 ആണ്. ആദ്യം എക്സിനെ 0 ഇക്വേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ x = 0 ആണ്. രണ്ടാമത്തെ ഈ ഉള്ളിലുള്ള സാധനം മൊത്തത്തിൽ 0 ഇക്വേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ x അല്ല, ഇവിടുന്ന് നമ്മൾ എക്സ് കോമൺ എടുത്തല്ലോ, ഇവിടെ 9 മാത്രമേ ഉള്ളൂ. x² - 9 എന്ന് പറഞ്ഞ സാധനം 0 ആണ്. അപ്പോൾ ഇവിടുന്ന് x² എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 9 ആണ്. എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ √9 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 ആണ്. വെറും 3 അല്ല, +or-3. റൂട്ടിൽ നിന്ന് വെളി കിടക്കുമ്പോൾ +or-, ഇടാൻ മറക്കരുത്. അതുപോലെ തന്നെ ഇപ്പം നോക്ക്, ഒരു ആൻസർ 0, രണ്ടാമത്തെ ആൻസർ +3, മൂന്നാമത്തെ ആൻസർ -3. എത്ര ആൻസർ ഉണ്ട്? 3 ആൻസർ ഉണ്ട്. ഞാൻ പറഞ്ഞ കറക്റ്റ് അല്ലേ? x³ എന്ന് പറഞ്ഞാൽ 3 ആൻസർ. ഞാൻ അടുത്തൊരു ക്വസ്റ്റ്യൻ x4 ആണെങ്കിൽ എത്ര 4 ആൻസർ വരും. ഒരു ക്വസ്റ്റ്യൻ കാണിച്ചാൽ അടുത്ത ക്വസ്റ്റ്യൻ ഞാൻ ഇതിനെ ക്വസ്റ്റ്യൻ കാണുമ്പോൾ തന്നെ നമുക്ക് ഇതിന് ആൻസർ എത്ര എണ്ണം വരും എന്നാകണം. 4 ആൻസർ. ഏറ്റവും ഹയസ്റ്റ് പവറാണ് നോക്കേണ്ടത് 4, അല്ലാതെ 4ഉം 2 കൂടെ ആഡ് ചെയ്തല്ല. ഹയസ്റ്റ് പവർ എത്ര, അതാണ് ആൻസർ. 4 ആൻസർ. ഇതൊരു ഇച്ചിരി അഡ്വാൻസ്ഡ് ക്വസ്റ്റ്യൻ ആണ്. അതായത് ഇവിടെ ഓർക്കേണ്ട കാര്യം ഇത്രേ ഉള്ളൂ. ഇവിടെ നമുക്ക് ചുമ്മാ ചെയ്യാൻ പറ്റത്തില്ല. നമ്മൾ കുറച്ച് അസംഷൻ ചെയ്യണം. ഇവിടെ എന്ത് ചെയ്യണം? അസംഷൻ ചെയ്യണം. എന്താണ് അസംഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാനിവിടെ അസ്യൂം ചെയ്യാൻ പോകുന്നത് y = x² എന്ന് അസ്യൂം ചെയ്യാൻ പോവാം. അതായത് ഇത് x⁴ ആണ്. x⁴ എനിക്ക് x² എന്ന് എഴുതാം. x² എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ y ആണ്, y² എന്ന് എനിക്ക് എഴുതാം. ഓക്കെ, അപ്പോൾ ഇവിടെ എനിക്ക് y² എന്ന് ഞാൻ അസ്യൂം ചെയ്തു. അങ്ങനെ കണ്ടല്ലോ, y² എന്ന് അസ്യൂം ചെയ്തത് = 13 × x² = y ആണ്. അപ്പോൾ 13 × y മൈനസ് അല്ലേ, -13 × y + 36 പിന്നെ ഞങ്ങൾ നോർമൽ സാധനം തന്നെ എന്തുവാ, നമ്മൾ ആദ്യം a × b, എനെയും ബിനെ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 36 കിട്ടണം. എനെയും ബിനെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് -13 കിട്ടണം. -13 കിട്ടണം. അപ്പോൾ രണ്ട് മൈനസ് നമ്പേഴ്സാണ് നമ്മൾ എടുക്കേണ്ടത്. അല്ല ഇനി മൈനസ് ആട്ടെ, അല്ല അങ്ങനെ സോൾവ് കറക്റ്റായി. ഓക്കെ, നോക്കാം. അപ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിവിടെ ഏത് വാല്യൂസ് എടുക്കാൻ പറ്റും? നമുക്ക് 9 4 ചെയ്ത് 9 4 36. ഓക്കെ, 9 4 എടുത്താൽ 9 × 4 36, 9 + 4 13 പക്ഷേ നമുക്ക് ഓക്കെ കറക്റ്റ്. ഓക്കെ, -9ഉം -4 എടുക്കാം. -9 -4, കാരണം -9 -4 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ -13ഉം, -9 × -4 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ -9 × -4 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ +36 ആണ്. അപ്പോൾ നമുക്കിവിടെ y² -9y -4y + 36 = 0 ഏതാ? ഇനി അടുത്തത് അത് കോമൺ എടുക്കുക. y കോമൺ എടുത്തു കഴിഞ്ഞാൽ y -9 എന്ന് വരും. അപ്പോൾ സെയിം സാധനം ഇവിടെ കൊണ്ടെഴുതുക. y -9 ഇവിടെ കൊണ്ടെഴുതുക. ഓക്കെ, 9 4 36 അല്ല, അപ്പോൾ 4 എഴുതുക. 4 × y 4y -4y ആണ്, അപ്പോൾ മൈനസ് ഇട്ട് കൊടുക്കുക. അപ്പം y - 9 × y -4 ആണ്. ഫർദർ സോൾവ് ചെയ്ത് നമുക്ക് 2 ആൻസർ കിട്ടത്തുള്ളൂ. പക്ഷേ ഞാൻ എന്ത് പറഞ്ഞത്, x⁴ ആണ് ക്വസ്റ്റ്യൻ എങ്കിൽ ആൻസർ 4 എണ്ണം വേണമെന്നില്ല. പക്ഷേ ഇവിടെ നിന്ന് ഈ ഫർദർ സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ = 0 ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ 2 ആൻസർ കിട്ടത്തുള്ളൂ ഫർദർ സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ. അപ്പോൾ അവിടെ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ ഒരു അസംഷൻ ചെയ്തായിരുന്നു. ദാറ്റ് ഈസ് x² എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ y എന്ന് പറഞ്ഞ് അസ്യൂം ചെയ്തു. ഞാൻ തിരിക്കി, അതായത് അസംഷൻ ഇത്രയും ചെയ്തതെല്ലാം മാറ്റുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ y-ക്ക് പകരം x² എടുക്കാം. x² - 9 × x² - 4 എന്ന് പറഞ്ഞാൽ 0 ആണ്. ഇവിടെ നിന്ന് ഞാൻ x² എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 9 ഇക്വേറ്റ് ചെയ്യാൻ പറ്റും. x എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 ആണ്. വെറും 3 അല്ല, +or-, റൂട്ട് മാറ്റിയാൽ +or- ഇട്ട് കൊടുക്കും. അപ്പോൾ ഇവിടെ നിന്ന് ഇത്ര ആൻസർ കിട്ടി എനിക്ക്. ഒരു +3 കിട്ടി, ഒരു
ഒരു -3 കിട്ടി. 2 ആൻസർ കിട്ടിയില്ലേ. അതുപോലെ ദാറ്റ് ഈസ് x² -4 എന്ന് വെച്ച് കഴിഞ്ഞാൽ 0 ആണ്. x² എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4 2 ഇങ്ങോട്ടും, എക്സ് എന്ന് പറഞ്ഞാൽ √2 √4 എന്ന് പറഞ്ഞാൽ 2 ആണ്, വെറും 2 അല്ല, +or-2 ആണ്. അപ്പോൾ ഇവിടുന്ന് 2 ആൻസർ എനിക്ക് വീണ്ടും കിട്ടും. ഒന്ന് +2 ഒന്ന് -. എത്ര ആൻസർ ഉണ്ട്? 1 2 3 4 ആൻസർ. അപ്പോൾ ഇത്തരം ക്വസ്റ്റ്യനാണ് ഞാൻ ചെയ്യാൻ ഉദ്ദേശിച്ചത്. വീണ്ടും ഞാൻ പറയുകയാണ്, സ്പ്ലിറ്റും മിൽട്ടം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നുമില്ല, ഈ 2 റൂളിൻ്റെ കോമ്പിനേഷനാണ് സ്പ്ലിറ്റും മിൽട്ടം. ഈ 2 റൂളിൻ്റെ കോമ്പിനേഷൻ, അതായത് എയും ബിയും, അതായത് സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഈ എയും ബിയും ആഡ് ചെയ്ത് കഴിഞ്ഞാൽ PX, അതായത് മിഡിൽ ടേമിനോട് ഈക്വലും ആയിരിക്കണം. ഈ 2 എയും ബിയും മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ 2 ടേം മൾട്ടിപ്ലൈ ചെയ്ത് കിട്ടുന്ന ആൻസർ ആയിരിക്കണം. ഇത്രയുള്ള സ്പ്ലിറ്റും മിൽട്ടം.